അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് ഞാനൊക്കെ സത്യത്തിൽ ഏറെക്കുറെ അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയുന്നത്. നമ്മൾ ഓരോ പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടോ ഒക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകൾ വെച്ചുകൊണ്ടുള്ള ഒരു ധാരണ, എൻ്റെ അധ്യാപകൻ കൂടിയാണെങ്കിലും അനുഭവത്തിൽ നിന്നുള്ള ആർജിച്ചെടുത്തിട്ടുള്ള അനുഭവത്തിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളാണ് എനിക്കൊക്കെ ഉള്ളത്. നമ്മളൊരു പരിപാടിക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ കൂടുതൽ സമയം എടുക്കും എന്നതുകൊണ്ട് തന്നെ ഒഴിഞ്ഞ സമയത്താണ് പോവുക. 1-2 മണിക്കൂർ ചുരുങ്ങിയത്. ഈ സമയത്ത് തന്നെ നമ്മൾ എത്രത്തോളം അദ്ദേഹത്തിന്റെ അടുത്ത് ചെലവഴിച്ചു എന്നുള്ളത് പിന്നീട് ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ വാച്ച് നോക്കുമ്പോൾ അറിയാം. കുറെ സമയം അദ്ദേഹവുമായി സംസാരിച്ച് സരസമായിട്ടുള്ള, വെറുതെ മറ്റു കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ പൂർവികമായിട്ടുള്ള ചരിത്രങ്ങളോ അല്ലെങ്കിൽ സമുദായ നേതാക്കന്മാരുമായിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ, ഗൗരവമായ കാര്യങ്ങൾ, നമുക്ക് എപ്പോഴും കൗതുകവും അതുപോലെ തന്നെ പഠിക്കാനുമുള്ള കാര്യങ്ങളായിരിക്കും അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് നമുക്ക് ലഭിക്കുക. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കാരണം ഇവിടെ അദ്ദേഹവുമായിട്ട് വളരെ പരിചയവും അതുപോലെ തന്നെ അനുഭവ സമ്പത്തുമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സംസാരിക്കാൻ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം നിർവഹിക്കുകയാണ്. ഈ പ്രോഗ്രാം, ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റത് നമ്മുടെ ഉമർ മണ്ടികശാല സാഹിബാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യണം. അതുപോലെ തന്നെ സുപ്രഭാതം എഡിറ്റർ TP ചെറുപ്പ അവർ, മഹല്ല് പ്രസിഡന്റായിട്ടുള്ള AK മൊമാലിക്ക, ലത്തീഫ് മാഷ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ലത്തീഫ് മാഷ്, പ്രസിഡന്റ് NP അഹമ്മദ് ഖാ, ഉസ്മാൻ ഉമർ മാഷ്, മറ്റ് നാട്ടിലുള്ള കാരണവന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിനായിട്ട് AK മുഹമ്മദ് മൗലവിയുടെ ഈ അനുസ്മരണ യോഗം 2 ദിവസം വൈകാനുണ്ടായ കാര്യം അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ പലർക്കും അദ്ദേഹത്തെ കുറിച്ച്, ഈ പുതിയ തലമുറയ്ക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ മരണശേഷം ഇപ്പൊ നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വന്ന അറിവിൻ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മഹത്വത്തെ കുറിച്ച് ദീനി രംഗത്തും പാർട്ടി രംഗത്തുമൊക്കെ അദ്ദേഹം വഹിച്ച സ്തുത്യാർഹമായ സേവനങ്ങൾ, പ്രവർത്തനങ്ങൾ കുറഞ്ഞ ദിവസങ്ങളായി നമ്മൾ വായിച്ചും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയ, ഏത് കാലത്തും അതിൻ്റെ പരിപാടികളിലൊക്കെ താല്പര്യപൂർവ്വം പങ്കെടുക്കുകയും മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കളുമായി അഭേദ്യമായ ബന്ധം പുലർത്തി ഇതുവരെ മരിക്കുന്ന കാലം വരെ അത് നിലനിർത്തിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുള്ള ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം. ബഹുഭാഷാ പണ്ഡിതനാണ്. ഇനി രംഗത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനാണ്. സംഘടനാപരമായ ചില വേലിക്കെട്ടിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അത് വേണ്ടത്ര നമ്മളെ നാട്ടുകാർക്ക് അതിനെ അദ്ദേഹത്തിന്റെ കഴിവും പ്രാപ്തിയും ഉൾക്കൊള്ളാനോ അത് പ്രചരിപ്പിക്കാനോ കഴിയാത്ത ഒരു സങ്കടം നമുക്കൊക്കെ ഉണ്ട്. എന്നിരുന്നാലും മുസ്ലിം ലീഗുകാരൻ ഏത് സമയത്ത് ബന്ധപ്പെടുമ്പോഴും വളരെ താല്പര്യപൂർവ്വം അത്തരം കാര്യങ്ങൾ മുന്നോട്ട് വന്ന് നമുക്ക് പ്രചോദനമാകുന്ന രീതിയിൽ നിർദ്ദേശങ്ങൾ തരികയും അതിന്റെ എല്ലാ പരിപാടികളും യൂറോപ്പിൽ നടക്കുന്ന മുസ്ലിം ലീഗിന്റെ എല്ലാ പരിപാടികളുടെയും തുടക്കം കുറിക്കാൻ ഞങ്ങൾ കൂടി ചെല്ലാറ് അങ്ങോട്ടാണ്. ചന്ദ്രീയ ക്യാമ്പയിൻ ആവട്ടെ, സീസണിന്റെ ഫണ്ട് ഉദ്ഘാടനമാവട്ടെ, റിലീഫ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാവട്ടെ, സലീം പറഞ്ഞതുപോലെ കുറച്ച് സമയം അദ്ദേഹത്തിന് നമ്മൾ വീട്ടിൽ ചെന്നാൽ മുക്കാൽ മണിക്കൂർ, 1 മണിക്കൂറോളം അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷെ അത് കഴിഞ്ഞ് വളരെ താല്പര്യപൂർവ്വം ആ പരിപാടിയുടെ ഉദ്ഘാടനമാവട്ടെ, സാമ്പത്തികമായ സഹായമാവട്ടെ, സന്തോഷപൂർവ്വം തിന്നുകൊണ്ട് നമ്മളെ മടക്കിയാക്കിയ സ്വഭാവം ഉണ്ടായിരുന്നു.
പിന്നെ എവിടെ വെച്ച് ആരെ കണ്ടാലും അദ്ദേഹത്തിന് ഇതേപോലെ നസീഹത്തുകളുണ്ടാവും. നമ്മളത് സത്യത്തിൽ പലപ്പോഴും നേരത്തെ പറഞ്ഞ പല ചില വേലിക്കെട്ടുകൾ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. വളരെ ചെറുപ്പത്തിൽ ഹജ്ജിന് 1961 എനിക്ക് എൻ്റെ പിതാവിൻ്റെ ഒക്കെ കൂടെയാണ് ആദ്യത്തെ ഹജ്ജിന് പോകുന്നത്. എൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ പിതാവും കാമ്പറത്ത് സുലൈമാജി അടക്കമുള്ള കുറച്ച് ആളുകളുടെ കൂട്ടത്തിൽ കപ്പലിൽ പോയ ആ ചരിത്രം എനിക്ക് വാപ്പ എൻ്റെ ചെറിയ വയസ്സിലാണ് സംഭവം ഉള്ളതെങ്കിലും എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ ആ കുടുംബവുമായിട്ട് ഒരു ബന്ധം അന്നേ സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പല സമയത്തും പല കാര്യങ്ങൾക്കുമൊക്കെ സമീപിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഒരു പിതൃതുല്യനായ ഒരാളെ നമുക്ക് ഉപദേശങ്ങൾ കാര്യങ്ങൾ ചെയ്തു തോന്നിയിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട വളരെ നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ വിശദമായി അയവിറക്കാനും സംസാരിക്കാനും ഇവിടെ ബഹുമാനപ്പെട്ട അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത് ഇടപഴകിയ നിലയിൽ പാണ്ടികശാല സാഹിബിനെ നമ്മൾ അദ്ദേഹത്തിന് ക്ഷണിക്കുന്നതിന് കാരണം അബ്ദുൽ ഖൈർ മൗലവിയുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടിന്റെ നേതാവ് എന്നതിൽ വിളിച്ചത് മാത്രമല്ല, അദ്ദേഹമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധമുള്ള ഒരാളാണ്. അതേപോലെ തന്നെ ടി.പി. ചെറുപ്പയും അതേപോലെ തന്നെ ഒരു കുടുംബക്കാർ കൂടിയാണ്. അപ്പോൾ അതൊക്കെ ഈ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കാനും അതൊക്കെ അറിയാനും വേണ്ടി കൂടിയാണ് നമ്മൾ ഒരു അനുസ്മരണം ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ഇവർക്ക് വേണ്ടി അവരുടെ സമയം കവർന്നെടുക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ തുടക്കം കുറിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ പാണ്ടികശാല സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബ്ദുൽ ഖൈർ മൗലവിയുടെ വിയോഗം അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടുള്ള എല്ലാവരും നടുക്കമുളവാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാധാരണ എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ ഈ ഓരോ പ്രദേശത്തുള്ള പ്രതിഭകളെ അവരെ ശരിയായ രൂപത്തിൽ കാണാനോ കേൾക്കാനോ അതിൻ്റെതായ ഒരു ദർജയിൽ അവരെ നിലനിർത്താനോ പലർക്കും കഴിയാതെ പോകാറുണ്ട്. അതാണ് നമ്മൾ പറയാറുള്ളത്, മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന്. സത്യത്തില് ഇസ്ലാമിക പാണ്ഡിത്യം മാത്രമല്ല, മൊത്തത്തിലുള്ള എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും നല്ല അറിവും തിരിച്ചറിവുമുള്ള പണ്ഡിതനായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിതകാലം തൊട്ട് ബന്ധപ്പെടാനും ഇടപഴകാനും കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കമുള്ള നമ്മുടെ നേതാക്കന്മാരുടെ കൂടെയൊക്കെ നടക്കുമ്പോൾ ലഭിച്ച അവസരങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, പ്രതിസന്ധികള് ഇതൊക്കെ കടന്നുപോയ ഒരു ചെറിയ കാലത്ത് വല്ലാതെ അടുത്ത് ഇടപഴകി പെരുമാറിയ വ്യക്തിയായി. അങ്ങനെയുള്ളവരെ ജീവിതത്തിന്റെ വലിയ പ്രയാസഘട്ടങ്ങളിൽ കൂട്ടായി നിൽക്കുക, അല്ലെങ്കിൽ ഒന്നിച്ചു നിൽക്കുക, അല്ലെങ്കിൽ അനുഭവം പങ്കിടുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഇടപെടുന്നവർക്കുണ്ടാകുന്ന ഒരു ആത്മബന്ധമുണ്ട്. ആ ബന്ധം അദ്ദേഹവുമായി എനിക്കുണ്ടായി. അടിയന്തരാവസ്ഥ കാലമൊക്കെ നിങ്ങൾക്കറിയാം. ആ സമയങ്ങളിലൊക്കെ ഒരുപാട് വിഷമവും പ്രയാസവും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന പലർക്കും പല രൂപത്തിലും ഉണ്ടായി. ആ ഘട്ടങ്ങളിലൊക്കെ കൂടെ നിന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ആ ഇഴയടുപ്പം, ആ ആത്മബന്ധം
അത് പിന്നീട് എല്ലായ്പ്പോഴും കാണുമ്പോഴൊക്കെ അദ്ദേഹം ഭയങ്കരം. സത്യത്തിൽ നിങ്ങൾ പോയി അരമണിക്കൂർ 1 മണിക്കൂർ അദ്ദേഹത്തോട് ചിലവിടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഗ്രന്ഥം വായിച്ചു കിട്ടുന്നതിനേക്കാൾ കൂടുതലുള്ള അറിവ് വളരെ ചെറിയ സമയം കൊണ്ട് നിങ്ങളിലേക്ക് അദ്ദേഹം എത്തിച്ചു തരും. അതായത് സംസാരപ്രിയം കൊണ്ട് മാത്രമല്ല, വരുന്നവർക്ക് എന്തെങ്കിലും കിട്ടിക്കൊള്ളട്ടെ എന്ന നിലക്കാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. പ്രായോഗികമായി ഇസ്ലാമിനെ, അതുപോലെ തന്നെ പൊതുപ്രവർത്തനത്തെയും രാഷ്ട്രീയത്തെയും കാണാൻ കഴിഞ്ഞ പണ്ഡിതരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം ഒരു സ്നേഹത്തിന്റെയും ഐക്യത്തിൻ്റെതുമായ അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന ഒരു രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ശരീഅത്ത് പ്രശ്നങ്ങളിലും മാസപ്പിറവി വിഷയങ്ങളിലും സമുദായത്തിലെ മത സംഘടനകൾ തമ്മിലുണ്ടായ തർക്കവിതർക്കങ്ങൾ വളരെ രൂക്ഷമായി നിൽക്കുന്ന ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അതൊക്കെ തണുപ്പിക്കാനും പരിഹരിക്കാനും കഴിയുന്ന രൂപത്തിലായിരുന്നു. അപ്പൊ നമുക്കറിയാം, ഇപ്പോ എത്ര സമാധാനത്തോടു കൂടിയാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഒരു 10-25 വർഷം മുമ്പ് പെരുന്നാൾ, നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ വരിക എന്ന് പറഞ്ഞാൽ ഒരു ഭയമായി. ഒരു വീട്ടിൽ 3 പെരുന്നാൾ. അത് മാത്രമല്ല, പെരുന്നാൾ അറിയിച്ചുകൊണ്ട് വാഹനത്തില് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ പറയുന്നത് പോലെ പെരുന്നാൾ പ്രഖ്യാപിച്ചവര് പെരുന്നാൾ ഇല്ല എന്ന് പറയുന്നവർ, എത്ര സംഘർഷനിർഭരമായ ഒരു കാലം കഴിഞ്ഞു പോയി ഓർക്കാവുന്നവർക്ക് അതറിയാം. ഇപ്പൊ വളരെ ശാന്തമായി പെരുന്നാൾ കാണുന്നില്ല. ന്യൂ മൂൺ വെച്ച് പെരുന്നാൾ പറയുന്നവരുണ്ട്. അതായത് അങ്ങനെ നോക്കിയിട്ട് അതിന്റെ കണക്കിന്റെ ഹിലാൽ, നദവത്തുൽ മുജാഹിദീനും അപ്പുറം ചിന്തിക്കുന്ന ഹിജറ ഹിലാൽ കമ്മിറ്റി നേരത്തെ തന്നെ മാസം, ഏത് മാസവും അവർ പറയും. അതിനനുസരിച്ചാണ് അവർ. സാധാരണഗതിയിൽ നമ്മുടെ ബഹുഭൂരിപക്ഷം ആളുകളും നോമ്പെടുക്കുകയോ പെരുന്നാൾ കഴിക്കുകയോ ചെയ്യുന്നതിന്റെ ഒരു ദിവസം മുമ്പായിരിക്കും അവരുടെ. എന്നാൽ അവരും തർക്കത്തിനില്ല. മറ്റുള്ളവരും ഇപ്പോൾ തർക്കത്തിൽ. മാസം കാണും പെരുന്നാൾ എന്നാൽ ഉദ്ദേശിച്ചാൽ പോലും അത് തികഞ്ഞ സൗഹൃദത്തിൽ ഒരുമിച്ച് പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് നമ്മളെ പണ്ഡിതന്മാരും പണ്ഡിത സംഘടനകളും ആ പണ്ഡിത സംഘടനകളെ ഒക്കെ സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി വലിയ സംഭാവന നൽകുന്ന മുസ്ലിം രാഷ്ട്രീയ ശക്തിയും ഇടപെട്ടത് കൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് കൈവരിക്കാൻ വന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടിയാലോചിക്കാൻ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരമാവധി കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് മുസ്ലിം സൗഹൃദ വേദിക്ക് രൂപം കൊടുക്കുന്നത്. മഹാനായ ശിഹാബ് തങ്ങളാണ് അതിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി പണ്ഡിത വിഭാഗത്തിലെ എല്ലാ സംഘടനാ നേതാക്കന്മാരെയും വിളിച്ചു വരുത്തി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായി എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അബുൽ ഖൈർ മൗലവി പങ്കെടുക്കുക മാത്രമല്ല, വളരെ പ്രസക്തമായി ന്യായങ്ങൾ അവതരിപ്പിച്ചു. അത് സത്യസന്ധമായി തുറന്നു പറയാനുള്ള ഒരു ധൈര്യവും കാണിച്ചു എല്ലാവരെയും ഒരു അഭിപ്രായത്തിലേക്ക് കൊണ്ടുവരുന്നതിലേക്ക് ആവശ്യമായ നല്ല കാര്യം, അത് ഖുർആന്റെയും സുന്നത്തിന്റെയും ചരിത്രത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം യോഗത്തിൽ ബോധ്യപ്പെടുത്തി. ഈ മാസപ്പിറവി വിഷയത്തിലും അത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശരീഅത്ത് പ്രശ്നത്തിലും അത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാലികമായി വന്ന, സമീപകാലത്ത് വന്ന പ്രശ്നങ്ങളിൽ പോലും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ രമ്യമായ സൗഹൃദം സംഘടനകൾക്കിടയിൽ നിലനിർത്താൻ ഏറെ സഹായകമായി എന്നുള്ളത് അനുഭവത്തിന്റെ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ. കാരണം അധിക യോഗങ്ങളിലും ഞാൻ പങ്കെടുത്തു. പ്രധാനമായും ഇപ്പോൾ നമ്മളൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു സന്ദർഭമാണ്. നമ്മള് ജയിക്കണം, നമ്മൾ ആഗ്രഹിക്കുന്ന മുന്നണി ജയിക്കണം, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഭരണമാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക,
എന്നതിനെ സംബന്ധിച്ചൊക്കെ സാധാരണഗതിയിൽ ചിന്തിക്കുന്ന മനുഷ്യരിലൊക്കെ വലിയ ആകുലതകൾ നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കാത്തിരിപ്പാണ്. എന്തായിരിക്കും റിസൾട്ട്? നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ റിസൾട്ട് വന്നാൽ വലിയ ആശ്വാസമാകും, സന്തോഷമാകും. കേരളത്തിലെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, കേരളത്തിന് വിഷയങ്ങളെ നന്നായി മനനം ചെയ്ത് അത് ഉൾക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ ദിശയിൽ സമൂഹത്തെ നയിച്ചു കൊണ്ടുപോകുന്നവരെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്റെ. സാധാരണഗതിയിൽ സംഘടനകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ സംഘടനകൾ, അതുപോലെ ഒരു സംഘടനയായി മുസ്ലിം ലീഗിനെ കാണാതെ മുസ്ലിം ലീഗിന്റെ ഉത്ഭവം തൊട്ട് അതിന്റെ ആശയത്തെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഉൾക്കൊള്ളൽ അത് അദ്ദേഹത്തിന് ഉണ്ടായത് കൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ മിക്കവാറും എല്ലാ നേതാക്കന്മാരുമായി കെ സാഹിബ്, സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ, ബാഫക്കി തങ്ങൾ, ഷിഹാബ് തങ്ങൾ, പൂക്കോയ തങ്ങൾ തുടങ്ങി എല്ലാ നേതാക്കന്മാരുമായി ഒരൊറ്റയാൻ പോലെയാണ് അദ്ദേഹം ബന്ധപ്പെടുന്നത്. എനിക്ക് കാണാം വലിയൊരു സംഘടനാ പിൻബലത്തിലല്ല, എന്നാലും ഇവരുടെ ഒക്കെ അടുത്ത് വലിയ പദവികൾ അദ്ദേഹത്തിനുണ്ടായി. ഇവരോടൊക്കെ കാര്യങ്ങൾ നേരിട്ട് പറയാനുള്ള ഒരു ത്രാണി അല്ലെങ്കിൽ ഒരു ധൈര്യം അദ്ദേഹം കാണിക്കാറുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളിലായാലും ശരി, സംഘടനകൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലാണെങ്കിലും ശരി, അതിൻ്റെ ഒരു ശരിയായ വിഷയം അങ്ങ് ഉന്നതരായ നേതാക്കന്മാരുടെ മുന്നിൽ അദ്ദേഹം അവതരിപ്പിക്കാനുള്ളൊരു തന്റേടം അദ്ദേഹം കാണിക്കാറുണ്ട്. അതിന് ഫലമുണ്ടാകാറുമുണ്ട്. ആര് എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർക്കുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ ഒരു രാഷ്ട്രീയം, അത് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയം തന്നെയാണ്. ഇപ്പോ ഈ 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിൽക്കുന്ന ഈ സമയത്തും 24-ലെ തെരഞ്ഞെടുപ്പ് നമുക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും ആ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയാണ് നമ്മുടെ സമുദായത്തിന്റെ രക്ഷയും മുസ്ലിങ്ങളുടെ അസ്തിത്വവും ഉറപ്പുവരുത്താൻ സഹായകമാകുക എന്ന് തിരിച്ചറിഞ്ഞവരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരുമായി അദ്ദേഹം കലഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു വരുമ്പോൾ അതല്ല ശരി, എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഒരു രാഷ്ട്രീയ സംവിധാനം രൂപപ്പെടുത്തി അതിൽ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ബഹുസ്വര സമൂഹം അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ന്യൂനപക്ഷത്തിന് നല്ലത് എന്ന മുസ്ലിം ലീഗിന്റെ ആശയത്തെ ദീനിന്റെ അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഹദീസ് നിരത്തിക്കൊണ്ട് അദ്ദേഹം സമർത്ഥിക്കുമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, പ്രായോഗികമായി മുസ്ലിം രാഷ്ട്രീയത്തെ അദ്ദേഹത്തിന് കാണാൻ കഴിയും. ആ കാഴ്ചപ്പാടാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുമായി അദ്ദേഹത്തിനുള്ള ബന്ധവും അടുപ്പവും. അതിൽ നിന്ന് വ്യത്യസ്തമായി രൂപപ്പെട്ടു വന്ന ചിന്താധാരകളെ എതിർക്കുന്നതിലും വിമർശിക്കുന്നതിലും നേരിടുന്നതിലും അമർച്ച ചെയ്യുന്നതിലും അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അങ്ങനെ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്, അങ്ങനെ അദ്ദേഹം നേരിട്ട് സംസാരിക്കേണ്ടവരോട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങളും ചിന്തകളും നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടു വന്ന കാലമുണ്ടായി. കാരണം ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് പോലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ വളരെ സുഖത്തിലും സൗഹൃദത്തിലും അല്ലെങ്കിൽ സൗകര്യത്തിലും ഒക്കെ അങ്ങനെ ജീവിച്ചു പോകുന്ന ഘട്ടത്തിൽ പലജാതി ചിന്തകളും നമ്മളിൽ നിന്ന് രൂപപ്പെട്ടു വന്നു. തീവ്രവാദപരമായ ചിന്തകൾ വന്നു. ബാബരി മസ്ജിദ് തകർന്ന കാലം,
അതുപോലുള്ള വിഷയങ്ങളിലൊക്കെ വളരെ സങ്കീർണമായി നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു വന്ന് വളരെ ശിഥിലീകരണത്തിൻ്റെതായ പല സൂചനകളും പല സ്ഥലത്തും കാണാൻ കഴിഞ്ഞൊരു കാലം നമുക്ക് മറക്കാൻ സമയമായിട്ടില്ലല്ലോ. ആ ഘട്ടങ്ങളിലൊക്കെ അത്തരം ചിന്താധാരകൾ സമുദായത്തിന് ഗുണകരമല്ല എന്ന് ഉറക്കെ പറയാൻ പലരും പണിച്ചിരുന്ന കാലത്ത് മുസ്ലിം ലീഗിന്റെ പക്ഷത്ത് നിന്ന് അത് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരു പണ്ഡിതനായിട്ട് അബുൽ ഖൈർ മൗലവിയെ നമുക്ക് നിശ്ചയമായും കാണാൻ. പിന്നീട് അത് ശരിയാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും തന്നെ പോകുന്നില്ല. ആ രൂപത്തിൽ ചിന്തിച്ചവരാരായിരുന്നു, ഏതൊക്കെ സംഘടനകളായിരുന്നു എന്നതൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ഒരു ചിന്തകളും ആർക്കും ഇല്ല. അവരൊക്കെ താൽക്കാലികമായാണെങ്കിലും ആ ചിന്ത മാറ്റിവെച്ച് മുസ്ലിം രാഷ്ട്രീയത്തിന്റെ പ്രായോഗികമായ അനുകരണീയമായ അല്ലെങ്കിൽ നിലനിൽക്കാൻ അർഹതയുള്ള ആ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുകൂലമായി വോട്ട് ചെയ്തതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ആളുകളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെതിരായിരുന്നില്ല. ആരും ചിന്തിച്ചിരുന്നില്ല. മുസ്ലിം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇസ്ലാമിക് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞവരും ഇസ്ലാമിക് ഭരണമെന്ന് പറഞ്ഞവരും ഒക്കെ തന്നെ ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ കൂടെ നിൽക്കുന്ന വളരെ സന്തോഷകരമായ ഒരു അവസരം, അല്ലെങ്കിൽ അങ്ങനെ നിന്ന് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ആ ഒരു ആശയത്തിന് വോട്ട് നൽകി അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നത് കണ്ണുകൊണ്ട് കണ്ടാണ് ആ പ്രായോഗിക മുസ്ലിം പണ്ഡിതൻ നമ്മെ വിട്ടുപിരിഞ്ഞു പോയത് എന്നോർക്കുമ്പോൾ നിശ്ചയമായും അദ്ദേഹത്തിന്റെ ആശയത്തിന് അംഗീകാരം കിട്ടിയത് മനസ്സിലാക്കി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് കാലം അദ്ദേഹം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. അപ്പോ ഞാൻ സൂചിപ്പിച്ചു വരുന്ന ഒരു ആൾ നമ്മളിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹം നമ്മുടെ ജീവിതകാലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം സ്വീകരിച്ചിരുന്ന നിലപാടുകളെ കുറിച്ച്, അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന രീതികളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ കുറിച്ചൊക്കെ ഒന്ന് തിരിച്ചറിയുക. എന്നിട്ട് അത് ഗുണകരമാണെങ്കിൽ അത് പിൻപറ്റി അതോടൊപ്പം നിന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക. നിശ്ചയമായും നമുക്ക് പറയാൻ പറ്റും, ഈ സങ്കീർണമായ സാഹചര്യത്തിലും സമാധാനത്തിന്റെ ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെടണമെങ്കിൽ ഇതുപോലുള്ള ഒരു ആശയത്തിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ എല്ലാ പണ്ഡിതന്മാരും പറയേണ്ട ഒരു കാര്യം. എല്ലാവരും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചിലരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. റിസൾട്ട് അനുകൂലമാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറയും. എന്നാൽ റിസൾട്ട് എതിരാണെങ്കിലോ വളരെ സങ്കീർണമായിരിക്കും, യാതൊരു സംശയവുമില്ല. ഇപ്പൊ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, വന്നാൽ എന്ത് നടക്കുമെന്ന് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് രാജ്യത്തെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ഇലക്ഷൻ യോഗത്തിൽ പ്രസംഗിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ് മാത്രമല്ല, പ്രധാനമന്ത്രി കൂടി പറയുകയാണ് ഈ സമുദായത്തെ ആക്ഷേപിച്ച് നുഴഞ്ഞുകയറ്റക്കാരാണ്, മക്കൾ അധികം ഉണ്ടാക്കുന്നവരാ, ഹിന്ദുക്കളുടെ സ്വത്ത് പിടിച്ചെടുക്കുന്നവരാ, ഈ തരത്തിൽ പോയാൽ കെട്ടുതാലി പോലും പിടിച്ചെടുത്ത് ഇന്ത്യക്ക് ഭാരമാകുന്ന സമൂഹമാണ് ഇത് എന്ന് ഒരു പ്രധാനമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞു. അദ്ദേഹം തന്നെ അധികാരത്തിൽ വരുമ്പോ, അതും വലിയൊരു ഭൂരിപക്ഷത്തിൽ വരുമ്പോ രാജ്യത്ത് എന്തൊക്കെ നടക്കും? അപ്പൊ നിരാശപ്പെടണോ നമ്മൾ? ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അവിടെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നൊരു ആശയത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ മതി. പരസ്പരം പാരപണിയുന്നവരാവാതെ, തർക്കങ്ങളും അതുപോലെ തന്നെ സംഘർഷങ്ങളും സൃഷ്ടിക്കുന്നവരാകാതെ, പ്രായോഗികമായ ഒരു ആശയത്തിന് പിന്നിൽ ശക്തമായി നിലകൊള്ളാൻ കഴിയുമോ? ഒരു പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് ഭയപ്പെടേണ്ടി വരില്ല. അങ്ങനെ വരുമ്പോ അവിടെ നന്നായി നിറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു സംഘടനയായി മുസ്ലിം ലീഗ് മാറി വരും. കേരളത്തിലും കേരളത്തിന് പുറത്തും അത് വരും.
BJP ഭരണകക്ഷിയായി അല്ലെങ്കിൽ ഫാസിസ്റ്റുകൾ ഭരണകക്ഷിയായി തുടരുന്ന ഒരു കാലമാണെങ്കിലും ഒറ്റക്കെട്ടായ ഒരു സന്ദേശം കൊടുക്കാൻ കഴിയുന്ന ഒരു സംഘടന വളരെ സജീവമായി നിലകൊണ്ടാൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും, നേടിയെടുക്കാൻ കഴിയും. അതിൽ ആകുലതകളൊന്നും ആവശ്യമില്ല. ലോകം പണ്ടത്തെ പോലല്ലല്ലോ. ഉള്ളം കയ്യിലെ നമ്മുടെ ലോകം, ഒരു വിരൽ മതി ഈ ലോകത്തെ നിയന്ത്രിക്കാൻ. ലോകത്തിന്റെ സംഭവ വികാസങ്ങളൊക്കെ എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ വീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ വീക്ഷിച്ച് അവരുടെ ഒക്കെ തന്നെ ഒരു പിമ്പലത്തോടെ പിന്തുണയോടുകൂടിയുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ ഒരു ഐക്യത്തിൻ്റെതായ വലിയ ഒരു മുന്നേറ്റം നമുക്ക് കാഴ്ചവെച്ച് കൊടുക്കേണ്ടി വരും. ആ മുന്നേറ്റത്തിന് മുന്നിൽ പ്രായോഗികമായി ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സംഘടന മുസ്ലിം ലീഗ് മാത്രമാണ്. ഞാൻ ഇത് തെളിച്ചു പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് തന്നെയാകും സംഭവിക്കാൻ പോകും. അപ്പോൾ കുറച്ച് നേരത്തെ ഇത് മനസ്സിലാക്കിക്കൊള്ളുക എന്നതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. റിസൾട്ട് അനുകൂലമായാലും പ്രതികൂലമായാലും നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ പ്രശ്ന പരിഹാരങ്ങൾക്കും നിലനിൽക്കാൻ കഴിയുന്ന സംഘടന എന്ന നിലക്ക് വളരെ പണ്ടേ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി ആ രൂപത്തിൽ ബന്ധപ്പെട്ട ആളുകളിലൊക്കെ അതിന്റെ ആശയ പരിണാമങ്ങൾ പ്രസരിപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ബഹുഭാഷ പണ്ഡിതൻ എന്ന് പറയും. ഉറുദുവിൽ നല്ല പാണ്ഡിത്യം. ഖുർആൻ മാത്രമല്ല പൊതുവിഷയങ്ങൾ നന്നായി അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും പല സിംബോസിയങ്ങളിൽ, അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും അദ്ദേഹം ധാരാളം പോയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ പല ഭാഗത്തും പലരുമായി അദ്ദേഹം നല്ല തർക്കശാസ്ത്ര പണ്ഡിതൻ കൂടിയായി. ന്യായങ്ങളും അതുപോലുള്ള വശങ്ങളും നന്നായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ സംസാരിച്ച് അദ്ദേഹത്തിന്റെ ഒരു ആശയത്തെ അത് നന്നായി സന്നിവേശിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. ഞാനുമായൊക്കെ വളരെ അടുത്ത ബന്ധം. ഞാൻ MSFന്റെ പ്രസിഡന്റ് ആവുന്ന കാലം തൊട്ട് തന്നെ പരിപാടികളിൽ പങ്കെടുത്ത്, അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ചു സമയം വല്ലാതെ അടുത്ത് പെരുമാറിയ കാലമുണ്ടായിരുന്നു. തലശ്ശേരിയിലായാലും കെയ്സാഹിബിന്റെ മാടത്തിലായാലും അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം എത്തിപ്പെടാറുണ്ട്. അദ്ദേഹത്തിന്റെ നല്ല ദീനി ക്ലാസുകൾ അദ്ദേഹം നടത്താറുണ്ട്. അതിൻ്റെ ഒക്കെ ഫലമായിട്ട് നല്ലൊരു ശിഷ്യ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. പുറത്ത് പല ഭാഗത്തും അദ്ദേഹത്തെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു പണ്ഡിതനെ ശരിയായി തിരിച്ചറിഞ്ഞിട്ടുള്ള വലിയൊരു ശിഷ്യ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം നിങ്ങളുടെ പ്രദേശത്താണ് ജീവിച്ചു പോയത്. എത്രയോ കാലം ഇവിടെ അദ്ദേഹം ജീവിച്ചു പോയി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുതിർന്ന തലമുറകൾക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പുതിയ തലമുറക്ക് ഇവിടുത്തെ ഒരു ദോഷമല്ല, എല്ലാ സ്ഥലത്തെ ദോഷം അത് തന്നെയാണ്. അത്തരം ആളുകളുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തണം. ഞാനൊക്കെ ഇപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ വന്നൊക്കെ പാർട്ടി ക്ലാസുകൾ പറയുക എന്ന് പറഞ്ഞാൽ MSFന്റെ കാലത്ത് നടക്കുമ്പോൾ ഇതുപോലുള്ള ലീഗ് നേതാക്കന്മാരുമായി സംസാരിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങളാണ്. ഇപ്പൊ നമുക്ക് കുറെ പുസ്തകങ്ങളും പത്രത്തിലൊക്കെ കുറെ കാര്യങ്ങൾ കിട്ടുന്നു. നന്നായി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് മുതിർന്നവരെന്നില്ല, പണ്ഡിതന്മാരെന്നില്ല, സാധാരണക്കാരാരായാലും അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. TP ചെറുപ്പൊക്കെ അദ്ദേഹത്തെ ബന്ധക്കാരൻ എന്ന് മാത്രമല്ല നാട്ടുകാരനാണ്, നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. പിന്നെ ഈ ചെറുപ്പ എന്ന് പറയുന്ന സ്ഥലം TP ചെറുപ്പ വരുന്നതിന് മുമ്പ് അത് പുറത്ത് കേട്ടത് അബുൽ ഖൈർ മൗലവി ചെറുപ്പ എന്നതാണ്. അതിന്റെ ശേഷമാണ് TP ചെറുപ്പ അല്ലെ. ആദ്യം അതിന്റെ അത് അബുൽ ഖൈർ മൗലവി ചെറുപ്പ, പിന്നെ TP ചെറുപ്പ വന്ന്, പിന്നെ അസൻ ചെറുപ്പ വന്ന്, പിന്നെ അങ്ങനെ ഒരുപാട് ചെറുപ്പമാർ വന്നു. പക്ഷെ അദ്ദേഹത്തെ നന്നായി നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് TP ചെറുപ്പ. അദ്ദേഹം നിങ്ങളുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് തരും, യാതൊരു സംശയവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുതുല്യനായ സ്നേഹവും വാത്സല്യവും അതിങ്ങനെ കോരിത്തരുന്ന ഒരു ഗുരുനാഥനെ പോലെയാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നത്. എപ്പോഴും പ്രതീക്ഷകളോടുകൂടി
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം പ്രവർത്തിക്കുന്ന രീതികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടടുത്ത് പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദനം തരേണ്ടടുത്ത് പ്രചോദനം തരുകയും പത്രത്തിലോ വാക്കുകളിലോ ഏതെങ്കിലും കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അതെല്ലാം തന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞ് തിരുത്തേണ്ടത് തിരുത്തുകയും ചേർക്കേണ്ടത് ചേർക്കാനുമൊക്കെ പറഞ്ഞു തരുന്നൊരു പണ്ഡിതനായി, സംശയങ്ങളുണ്ടെങ്കിൽ തീർത്തും ചോദിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി. അതാണ് ഞാൻ പറഞ്ഞത്. പ്രയാസപ്പെടുന്ന കാലത്ത്, ബുദ്ധിമുട്ടുള്ള കാലത്ത്, ഒരുപാട് എതിർപ്പുകളും പ്രതിസന്ധികളുമുള്ള കാലത്ത് കൂടെ നിന്നവരോടുണ്ടാകുന്ന ഒരു പ്രത്യേകമായ ബന്ധവും അടുപ്പവും അതെനിക്ക് അദ്ദേഹത്തോടുണ്ടായിരുന്നു. സർവശക്തനായ നാഥൻ മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. നാളെ സ്വർഗത്തിൽ അദ്ദേഹത്തോടൊപ്പം നമുക്കെല്ലാവർക്കും കഴിഞ്ഞുകൂടാനുള്ള സൗഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിച്ചുകൊണ്ട് പാണ്ഡികശാല സാഹിബ് ഇവിടെ വിവരിച്ചു. നമ്മൾ പിന്നെ നാട്ടുകാരാണ്. അബുൽ ഖൈർ മൗലവിയെ എന്നേക്കാൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എൻ്റെ മുമ്പിലുള്ളത്. ഞങ്ങൾ കാണുന്നത് ഏതെങ്കിലും വേദികളിൽ വെച്ചോ, മരണ വീട്ടിൽ വെച്ചോ, കല്യാണ വീട്ടിൽ വെച്ചോ, അപൂർവമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചോ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചില സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ചില സംശയങ്ങൾ തീർക്കാൻ ചെല്ലേണ്ടതല്ല. അപ്പോൾ കുറേ അധികം അദ്ദേഹത്തിന് സംസാരിക്കാനല്ല. അത് പാണ്ഡികശാല അവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ആഗ്രഹം കണ്ടല്ല, നമുക്കെന്തെങ്കിലും വിവരം കിട്ടിക്കോട്ടെ എന്നുള്ള ധാരണ കൊണ്ട് തന്നെയാണ്. നമ്മളിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന പലരെയും പുറന്തള്ളുകയാണ് നമ്മളുടെ സ്വഭാവം. ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ പരിഗണിക്കാതിരിക്കുക, അവരെ പ്രയാസങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുക, അവരോട് പെരുമാറ്റത്തിൽ സംസാരത്തിലൊക്കെ കുറഞ്ഞ രീതിയിലൊക്കെ പരിഹാസത്തോടുകൂടി സംസാരിക്കുക, എല്ലാം നമ്മുടെ ജീവിതത്തിലെ പതിവായ ഒരു രീതിയാണ്. മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ മഹത്വം വിളിച്ചു പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നു എന്നുള്ളത് നമ്മുടെ ശീലമാണ്. ഈ മരിച്ചു കഴിഞ്ഞാൽ ഒരുമിച്ച് കൂടുന്ന ശീലം തെറ്റായൊരു സംഗതിയാണ് എന്നല്ല ഞാൻ പറയുന്നത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് അർഹമായ സ്ഥാനങ്ങൾ കൊടുക്കുന്നതിൽ നമ്മൾ പരാജിതരാണ്. അബുൽ ഖൈർ മൗലവിയെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ അദ്ദേഹം ചെറൂപ്പയിൽ നിന്ന് ഒരു റിജക്റ്റഡ് പേഴ്സൺ. എന്നിട്ടും നമ്മൾ അദ്ദേഹത്തെ ഉള്ളിൽ കൊണ്ട് നടന്നിട്ടുണ്ട്. ചെറുപ്പക്കാരായ ആളുകളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും മതപരമായ കാര്യങ്ങൾ ഉപദേശിച്ച് ദീനിൻ്റെ കൂടെ നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ പള്ളിയിൽ ഓതാൻ പോകുന്ന ഒരു കാലുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം എനിക്ക് കത്തെഴുതുമായിരുന്നു. അന്ന് കാർഡ് ഇല്ലെൻ്റെ ഒന്നും ആരും വാങ്ങൂല, അതിന് കുറച്ച് പൈസ കൂടുതലാണ്. അപ്പം കാർഡ് വാങ്ങും. എനിക്കൊരു 19-18 വയസ്സായ സമയത്ത് അദ്ദേഹം ഇവിടെ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അബുൽ ഖൈർ മൗലവിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഈ മദ്രസയുടെ മുമ്പുള്ള പൊളിച്ചുപോയ മദ്രസയുടെ മുമ്പിൽ ഈ നാട് മുഴുവൻ ഒരുമിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ തബ്ലീഗ് ജമാഅത്തുമായി സഹകരിക്കുന്നു എന്ന് തോന്നിയപ്പോഴാണ് നമ്മുടെ നാട്ടുകാരായ പലരും അദ്ദേഹത്തോട് ഒരു തരം അലർജി, ചുരുക്ക് കാണിച്ചു തുടങ്ങിയത്. ആ സമയത്ത് എനിക്ക് അദ്ദേഹം എഴുതിയൊരു കവിതയുണ്ട്. ആ കവിത ജീവിതത്തിൽ നിങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ല. കാരണം അദ്ദേഹം ഉണ്ടാക്കിയ കവിതയാണ്. പിന്നെ എങ്ങനെ കേൾക്കുക? അതെനിക്ക് അയച്ചതാണ്. ഞാനത് അന്ന് കാണാപ്പാടം പഠിച്ചതാണ്. ഇവിടെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുടെ സദസ്സിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും പണ്ട് കേട്ടിട്ടുണ്ടോ ഈ കവിത? മോമലി കേട്ടിട്ടുണ്ടോ? കേൾക്കൂല. കാരണം അത് അബുൽ ഖൈർ ഉണ്ടാക്കി എനിക്കൊരു കാർഡ് അയച്ച കവിതയാണ്. പിന്നെ നിങ്ങൾ കേൾക്കാൻ ഇടയില്ല. ഞാൻ മൂപ്പരെ കാണുന്ന ചെവിയിലടക്ക് പറയും,
എനിക്ക് സത്യത്തിൽ അത് കിട്ടിയപ്പോൾ അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. ഞാൻ പിന്നെ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചൊരു ഊഹുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ഓഫീസിൽ ഒരു ഫൈസിയുണ്ട്, അദ്ദേഹം അവിടുത്തെ IT-ൻ്റെ വിദഗ്ധനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞ് എവിടെയോ ഒരു മിസ്സിങ് ഉണ്ട് ആ കവിതയിൽ. അദ്ദേഹം പണ്ഡിതനാണ്. അപ്പൊ എങ്കിൽ പോലും അപ്പൊ ഞാൻ പറഞ്ഞു മിസ്സിങ് ഉണ്ടാവും. ഞാൻ 10, 40, 50 കൊല്ലം മുമ്പ് കേട്ട ഒരു കവിത ഇപ്പൊ പാടുമ്പോ എൻ്റെ അടുത്ത് ഓർമ്മയെത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഒന്നും കൂടി പാടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം അതിന്റെ കവിതയുടെ ചുരുക്കം പറഞ്ഞു. അതാ നിങ്ങൾ വലിയ യോഗ്യനാണ്, വലിയ ഖൈറിലാണ്, വലിയ നന്മയിലാണ് എന്നൊക്കെ ആളുകൾ പറയുന്നു. പക്ഷേ അല്ലാഹു തആല അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ പുറത്തു തന്നില്ലെങ്കിൽ ഞാൻ വലിയ നഷ്ടത്തിലാണ് എന്നാണ് ആ കവിതയുടെ അർത്ഥം. അപ്പോ അത് എഴുതുന്നത് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ നമുക്കൊരു പ്രോത്സാഹനമാണ്. അപ്പൊ നമ്മളൊക്കെ ഈ പഠിക്കുന്ന സമയത്ത് ഒരു കാർഡിൽ പണ്ഡിതനായ ഒരാളുടെ കത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ആഹ്ലാദകരമായ സന്തോഷകരമായ ഒരു സംഗതി തീരെയില്ല. അപ്പോ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ നമ്മുടെ നാട് അദ്ദേഹത്തെ തിരിച്ചറിയാതെ പോയി, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും നമ്മൾ അംഗീകരിക്കാതെ പോയി എന്നുള്ളതൊരു വസ്തുതയാണ്. അബുൽ ഖൈർ മൗലവിയുടെ പിതാവിനെ നമുക്കൊക്കെ അറിയാം, ഹസ്സനാജ്. അദ്ദേഹം 921 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് 11 വർഷം ജയിലിൽ കിടന്നയാളാണ്. നമുക്ക് ഓർമ്മയുണ്ട്, ഒരു സ്വാതന്ത്ര്യ സമര സേനാനി നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സൊന്ന് ഇന്നത്തെ BJP-യിലേക്ക് പോകണം, ഇന്നത്തെ മോദിയിലേക്ക് പോകണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി സമരം ചെയ്ത് 11 വർഷത്തോളം ബല്ലാരി ജയിലിൽ കടന്നയാളാണ് ഞാൻ. അബുൽ ഖൈർ മൗലവിയെ കുറിച്ച് 982 ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 982 ജനിക്കാത്ത ആളുകളും ഈ സദസ്സിലുണ്ടാവും. 982 42 കൊല്ലായി അന്ന്. അപ്പോൾ അതിലും അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 943 ജൂലൈ 1. അങ്ങനെ ആവുമ്പോൾ അദ്ദേഹത്തിന് 80 വയസ്സാവും. 80 വയസ്സാവും. പത്രങ്ങളിൽ വന്ന് 85. പക്ഷെ അദ്ദേഹത്തിന്റെ ജന്മം എന്നോട് പറഞ്ഞത് പേര് CK അഹമ്മദ്, ജനനം 43 ജൂലൈ 1. ഒരു 10 മിനിറ്റ് സംസാരിക്കാമല്ലോ അല്ലേ? പിതാവ് ഹസൻ ഹാജി വ്യാപാരിയും കർഷകനുമായിരുന്നു. 921 സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് 11 വർഷം തടങ്കലിലായി. ബല്ലാരി ജയിലിൽ നിന്ന് അന്തമാനിലേക്ക് നാട് കടത്തപ്പെട്ടു. അന്തമാനിൽ 11 വർഷം കഴിച്ചു. അപ്പം 11 22 ജയിൽ കഴിഞ്ഞു. പിന്നെ മാപ്പ് കൊടുത്ത് മോചിതനായി. സ്വാതന്ത്ര്യ സമര സേനയ്ക്കുള്ള പെൻഷൻ ലഭിച്ചിരുന്നു. 948 62 ഹജ്ജ് നിർവഹിച്ചു. 76 ജൂൺ 8 മരണപ്പെട്ടു. ഹസ്സനാജി. ഇത് ഞാൻ 82 എഴുതിയ എൻ്റെ ഒരു പുസ്തകത്തിൽ മലയാളി മുസ്ലിം മാനുവൽ എന്ന് പറയുന്നൊരു പുസ്തകം ഉണ്ടായിരുന്നു. അത് കേരളത്തിലെ ഏതാണ്ട് 800ഓളം മുസ്ലിം പ്രമുഖന്മാരെ കുറിച്ച് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ തയ്യാറാക്കിയ ഒരു പുസ്തകം. അതിലൊരു ഭാഗമാണ് ഈ 62 അദ്ദേഹം ഹജ്ജിന് പോയി, അബുൽ ഖൈർ. അപ്പൊ 19 വയസ്സേ ഉള്ളൂ. ഈ 62 ഹജ്ജിന് പോയ ഒരു അനുഭവം അബുൽ ഖൈറിനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സൗദി അറേബ്യ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഉംറക്കോ ഹജ്ജിനോ പോയിട്ട് കണ്ട സൗദി അറേബ്യ ഒരു അമേരിക്ക പോലെ വികസിച്ച ഒരു രാജ്യമാണ്. അറബികളെല്ലാം വളരെ കനിവോടുകൂടി പ്രത്യേകിച്ച് കേരളീയരെ സഹായിക്കുന്ന ഒരു നാടാണ്. ഈ 62 അവിടെ അപൂർവമായി ടാക്സികളുണ്ട്, റോഡില്ല. ടാറിട്ട റോഡ് കാണണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ട ചെയ്ത സംഭവം, നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഈ പെട്ടിയിൽ സാധനങ്ങൾ കൊണ്ടുപോകും. ആ പെട്ടി എനിക്കറിയാം, വല്യാപ്പ ബീരാനാജി ഹജ്ജിന് പോകുന്ന സമയത്ത് ഇരുമ്പിന്റെ പെട്ടിയാണ്. ആ പെട്ടി കയറുകൊണ്ട് വരിഞ്ഞ് കിട്ടും. കാരണം വലിച്ചെറിഞ്ഞാൽ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി. അങ്ങനെയൊക്കെ ഇവിടുന്ന് പോയിരുന്നു. ആ മാലിട്ടിട്ട് മോമല്ല വാപ്പയ്ക്ക് പോയപ്പോഴും അങ്ങനെ മാലിട്ടിട്ട് ഒരുമിച്ചാണ് പോയതാണ്.
അപ്പൊ 62-ൽ അബുൽ ഖൈർ പറയാണ്, ഹജ്ജിന് പോയ സമയത്ത് അദ്ദേഹം കണ്ടൊരു കാഴ്ച, നമ്മളെ ദരിദ്രവാസികളായ ദാരിദ്ര്യത്തിൽ മുങ്ങിക്കിടക്കുന്ന നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ വെളിച്ചെണ്ണന്റെ കുപ്പിയൊക്കെ ഉണ്ടാവും. അന്ന് ഈ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയൊന്നുമില്ല, പൊട്ടിപ്പോന്ന കുപ്പിയാണ്. അപ്പൊ അത് ഈ മാലില് കെട്ടിട്ട് കൊണ്ടുപോകുക. നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ ഈ കുപ്പിയൊക്കെ ഉപേക്ഷിക്കും. ആ ഉപേക്ഷിക്കുന്ന കുപ്പികൾ പെറുക്കിക്കൂട്ടും അറബികൾ. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഊറിക്കിടക്കുന്ന വെളിച്ചെണ്ണ എണ്ണയൊക്കെ കുറേ കുപ്പിയിൽ നിന്ന് ഒരു കുപ്പിയിലേക്ക് ഊറ്റിയെടുക്കുമായിരുന്നു അറബികൾ എന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. അപ്പോൾ അന്നത്തെ ആ അറബിയും ഇന്ന് നമ്മൾ പോയാൽ കാണുന്ന സൗദിയിലെ അറബിയും നമ്മൾ വ്യത്യാസം. ഇങ്ങനെ കുറേ കഥകൾ നമ്മൾക്ക് ശരിക്ക് അബുൽ ഖൈർ മൗലവിയെ ഇതുപോലുള്ള സദസ്സുകളിൽ കൊണ്ടുവന്ന് ഈ മാതിരിയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിക്കേണ്ടിയിരുന്നു. ഞാന് ചന്ദ്രികൻ എഡിറ്ററായ സമയത്ത് CH-നെ കുറിച്ച് ഒരു ഉപഹാരം ഇറക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. CH മുഹമ്മദ് കോയ സാഹിബിനെ കുറിച്ച് MC ഇബ്രാഹിം എഴുതിയ ഒരു ജീവചരിത്രമല്ലാതെ വളരെ വിശദമായ ഒരു ജീവചരിത്രം ഉണ്ടായിട്ടില്ല. അപ്പൊ അതെന്റെ മനസ്സിലുള്ള ഒരു നിയ്യത്തായിരുന്നു. മാത്രമല്ല ഉള്ളത് പറയാം, നമ്മൾ ഈ അഖിലേന്ത്യാ ലീഗുള്ള സമയത്ത് CH-നെ കുറച്ച് കുറ്റം പറഞ്ഞു പോയതാണ്. അതിനൊക്കെയുള്ള ഒരു തൗബ, ഒരു പ്രായശ്ചിത്തം ഞാൻ നിങ്ങളോട് ഉള്ളു തുറന്നു പറയാണ്. എൻ്റെ ഉള്ളിനുള്ളിൽ ഉണ്ടായിരുന്നാണ് CH-നെ കുറിച്ച് ഒരു വർക്ക് ചെയ്യാൻ. CH-നെ കുറിച്ച് വന്ന ഏറ്റവും വലിയ ചരിത്ര പുസ്തകം അതാണ്. CH ഉപഹാരം എന്ന് പറഞ്ഞ് 800-900 പേജുള്ള ചന്ദ്രിക തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. ഭാഗ്യവശാൽ അത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്ന് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അപ്പൊ ഈ CH ഉപഹാരത്തില് എന്നോട് അബുൽ ഖൈർ CH-ന്റെ കുറച്ച് കത്തുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് ചോദിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ ചെന്നു. കുറെ തപ്പി കണ്ടില്ല. നിർഭാഗ്യവശാൽ അത് കണ്ടു കിട്ടുമ്പോൾ നമ്മളെ പുസ്തകം ഇറങ്ങിപ്പോയാണ് ചന്ദ്രികന്റെ. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു CH എഴുതിയ. CH-ുമായിട്ട് മാത്രമല്ല, ഇവിടെ പാണ്ഡികശാല പറഞ്ഞതുപോലെ എല്ലാ മുസ്ലിം നേതാക്കന്മാരുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമായിരുന്നു. അദ്ദേഹം തബ്ലീഗ് ജമാഅത്ത് ആയിരുന്നെങ്കിൽ പോലും മുസ്ലിം ഐക്യത്തിന്റെ വക്താവായിരുന്നു. ഇവിടെ പാണ്ഡികശാല പരാമർശിച്ച ഒരു സംഗതിയുണ്ട്. ഈ കോഴിക്കോട്ടെ മുസ്ലിം ഐക്യവേദി അത് എല്ലാ വർഷവും പാണക്കാട്ടെ തങ്ങളെ വിളിച്ചു ചേർക്കും. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ ഉണ്ടായിരുന്ന കാലത്ത് ശിഹാബ് തങ്ങൾ വിളിച്ചു ചേർക്കുമായിരുന്നു. അതിന് കാലശേഷം ഹൈദരലി തങ്ങൾ വിളിച്ചു ചേർക്കുമായിരുന്നു. ഇപ്പൊ സാദിഖ് അലി തങ്ങൾ വന്നതിന് ശേഷം അദ്ദേഹം കഴിഞ്ഞ നോമ്പിന് വിളിച്ചു ചേർത്തു. ഈ നോമ്പ് കാലങ്ങളിൽ കോഴിക്കോട്ട് വിളിച്ചു ചേർക്കുന്ന എല്ലാ മുസ്ലിം സംഘടനകളുടെയും കൂട്ടത്തിൽ അറിയപ്പെടുന്ന MES പോലെയുള്ള സാംസ്കാരിക സംഘടനകളുടെയും MSS പോലെയുള്ള സാംസ്കാരിക സംഘടനകളുടെയും ഒരു കൂട്ടായ്മയാണ്. ഒരു 16-18 വർഷമായിട്ട് ഞാൻ അതിൽ പങ്കെടുക്കാറുണ്ട്. ഈ എല്ലാ മീറ്റിങ്ങിനും അബുൽ ഖൈർ ക്ഷണിക്കപ്പെടാറുണ്ട്. അദ്ദേഹം അതിലുണ്ടാവാറുണ്ട്. അദ്ദേഹം അവിടെ ഒരു പണ്ഡിതന്മാരുടെ മുഖത്ത് നോക്കാതെ വളരെ ആർജവത്തോടു കൂടിയാണ് ഈ പറയുന്ന ആർക്കെങ്കിലും മുസ്ലിം ഐക്യത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ പിറ്റേന്ന് തൊട്ട് നമ്മൾ അതിന്റെ പണി തുടങ്ങണം എന്ന് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് 16-17 വർഷമായി. പക്ഷെ നിർഭാഗ്യവശാൽ അത് സംഭവിക്കാറില്ല. അത് സംഭവിക്കാതിരിക്കാൻ കാരണം നമുക്കിടയിൽ തന്നെയുള്ള അഭിപ്രായ ഭിന്നതകളുടെ പ്രശ്നമാണ്. അത് പാണ്ഡികശാല വളരെ ഉള്ളിലൂടെ വളരെ ആഴത്തിൽ ആ കാര്യം ഇവിടെ സ്പർശിച്ചു. ഇപ്പം മുസ്ലിം ലീഗിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. ഒരു വിഭാഗം ആളുകൾ, ഉദാഹരണം പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഘടന, അവർക്ക് അതിൻ്റെ പ്രസിഡന്റ് ഉണ്ടാവും, സെക്രട്ടറി ഉണ്ടാവും, സ്ഥാപനങ്ങൾ ഉണ്ടാവും, പത്രസ്ഥാപനങ്ങൾ ഉണ്ടാവും, ഒരു ഘടന വേറെ. ഇപ്പുറത്ത് മുജാഹിദ് മൂവ്മെന്റ് എന്ന് പറയുന്ന സംഘടന, അങ്ങനെ അവർക്കും അതിൻ്റെ ഘടനയുണ്ടാവും. അപ്പുറത്ത് AP വിഭാഗത്തിൻ്റെ സംഘടന, അവർക്കും ഘടകങ്ങളുണ്ടാവും. ഇപ്പുറത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിനും അതിൻ്റെ ഘടകങ്ങളുണ്ടാവും. അങ്ങനെ ഓരോ ആളുകളും ഓരോ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയാണ് മുസ്ലിം സംഘടനകൾ, മുസ്ലിം സമുദായം പല കമ്പാർട്ട്മെന്റുകളിൽ കയറിപ്പോയി.
നമ്മൾ ഒരു കമ്പാർട്ട്മെന്റിലാണ് യാത്ര ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ഒരു വണ്ടിയിലാണ് എന്നുള്ള ഒരു സൗകര്യമുണ്ട്. ഈ വണ്ടിയുടെ ഡ്രൈവർ ആകേണ്ടത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെയാണ്. പല സംഘടനകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിന് ഒരു മസ്ലഹത്തിന് ഒരാള് വേണ്ട, ഒരു പഞ്ചായത്തുകാരൻ വേണ്ടേ? ആ പഞ്ചായത്തുകാരനായിട്ട് നിൽക്കാൻ ഇന്ന് മുസ്ലിം സംഘടനകളിടയിൽ മുസ്ലിം ലീഗിന് മാത്രമേ സാധിക്കൂ. ആ മുസ്ലിം ലീഗിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ മുസ്ലിം സംഘടനകൾക്കകത്ത് നിന്ന് നടക്കുന്നു എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു സംഗതിയുണ്ട്. കാരണം പല പ്രദേശങ്ങളിലും പോകുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ പോയിട്ട് ഉത്തരേന്ത്യയിലെ മുസ്ലിം സമുദായത്തിലെ പല സംഘടനകളും മദ്രസകൾ ഉണ്ടാക്കി കൊടുക്കാൻ മത്സരിക്കുകയാണ്. പല മുസ്ലിം സംഘടനകളും ഉത്തരേന്ത്യയിൽ മദ്രസ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്താ സ്ഥിതി? 50-60 കൊല്ലം മുമ്പ് നമ്മളെ നാട്ടിൽ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ മദ്രസകൾ അവിടെ ഉണ്ടായിരുന്നു, പള്ളികൾ അവിടെ ഉണ്ടായിരുന്നു. തകർന്നുപോയി. നാളെ നിങ്ങൾ വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചില്ലെങ്കിലും ശരി, കേരളത്തിലേക്ക് അത് വരാൻ പോവുകയാണ്. കേരളത്തിൽ നിങ്ങൾ വിശ്വസിച്ചോ ഇല്ല എനിക്കറിയില്ല, ഞാൻ രാഷ്ട്രീയം പറയുകയാണ്. കേരളത്തിൽ ഒരു BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി CPM-മായി BJP നടത്തിയ ചർച്ചകളുടെ സംഗതികൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് പൊട്ടിച്ചു കിട്ടാൻ, ഒരു ദ്വാരമുണ്ടാക്കിയാൽ അത് വലിയ തുളയാക്കി മാറ്റാൻ സാധിക്കും. അതിനവിടെ സഹായിക്കുന്നത് ആരാണ്? CPM ആണ്. നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് അതിന്റെ കൂടെ നമ്മൾ നിന്ന് കൊടുക്കുന്നുണ്ട്. അറിഞ്ഞിട്ടോ അറിയാതെയോ, അറിഞ്ഞുകൊണ്ട് ബോധപൂർവമോ നമ്മൾ നിന്ന് കൊടുക്കുന്നുണ്ട്. ഞാൻ രാഷ്ട്രീയം പറയാൻ വേണ്ടി ഈ വേദി ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും മുസ്ലിംകൾക്കിടയിലുള്ള ഈ അഭിപ്രായ ഭിന്നതകളുടെ ആഴത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ മദ്രസ ഉണ്ടാവില്ല, പള്ളി ഉണ്ടാവില്ല, ഇതൊക്കെ ഉണ്ടാവും. നടത്തിപ്പുകാർ നമ്മളായിരിക്കും. നാളെ രാവിലെ നിങ്ങൾ ബാങ്കിൽ ചെന്നാൽ നിങ്ങൾ 1 ലക്ഷമോ 50,000-മോ 10,000-മോ ആണ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ 1,000 ഉറുപ്പിക ഉണ്ടാകുമല്ലോ. അത് നിങ്ങൾക്ക് തൽക്കാലം തരാൻ സൗകര്യമില്ല. ചില സംശയങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിനെ കുറിച്ചുണ്ടെന്ന് മാനേജർ പറയാൻ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യും? 1 ലക്ഷമാവാം, 1 കോടിയാവാം. ബാങ്കിൽ ചെന്നാൽ മാനേജർ നിങ്ങളെ അക്കൗണ്ടിനെ കുറിച്ച് സംശയം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ബഹളം ഉണ്ടാക്കി പിടിച്ചുകൊണ്ടുപോയാൽ പഴയ കാലത്തെ പോലെ സമരം ചെയ്യാൻ നിങ്ങൾ പിന്നാലെ വരാനൊന്നും പണ്ടത്തെ പോലെ ആളുണ്ടാവില്ല, കിട്ടിയില്ല. നാളെ സംഭവിക്കാൻ പോകുന്നതാണ്. പള്ളികളിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല, പക്ഷെ അത് പുറത്തുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അകത്ത് കൊടുത്താൽ മതി എന്ന് പറയാൻ പോകുന്ന കാലം വെളിപ്പാട് അകലെയാണ്. ഒരിക്കൽ കൂടി BJP അധികാരത്തിൽ വന്നാൽ നിങ്ങളെല്ലാം ഒരുപക്ഷെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്നത് ഒറ്റയ്ക്ക് BJPക്ക് അധികാരം കിട്ടാതിരിക്കട്ടെ എന്നാണ്. അത്രത്തോളമെങ്കിൽ സംഭവിക്കട്ടെ എങ്കിൽ പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഇത്രയും ഗുരുതരമായ ഒരു സന്ദർഭത്തിൽ ഒരു വിഭാഗം ആളുകൾ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാനും വേണ്ടി നടക്കുന്നു എന്നത് ചിന്തിക്കാൻ കഴിയാത്ത സംഗതിയാണ്. അവർക്ക് ചരിത്രബോധമില്ല. അവർ ചെയ്യുന്നത് എന്താണ് എന്ന് അവർക്ക് അറിയുകയില്ല. അവർ ഒകാൽത്തമ കുത്തിരുന്നിട്ട് വാട്സപ്പിൽ പണിയെടുക്കും. ഇത് നിഫാഖാണ്. ഒരു പക്ഷേ നമ്മൾ പ്രത്യക്ഷത്തിൽ ഇതൊന്നും കാണിക്കുന്നുണ്ടാവില്ല, ഉള്ളിൽ ഈ വികാരം ഉണ്ടാവും. പ്രത്യക്ഷത്തിൽ കാണിച്ച സാരില്ല, ഉള്ളിൽ ഈ വികാരം കൊണ്ടു നടക്കുന്നതിനെയാണ് നിഫാഖ്, കാപ്പട്യം എന്ന് നമ്മൾ പറയുന്നത്. കാപ്പട്യം എന്ന് പറയുന്നത് ശിർക്ക്, കാപ്പിട്ടം എന്ന് പറയുന്നത് കുഫറിനേക്കാൾ മോശമായ സംഗതിയാണ്. നിഫാഖ് അശദ്ദു മിനൽ കുഫർ. നിങ്ങൾ കുഫറിനേക്കാളും വലിയ മോശമാണ് അകത്ത് കാപ്പട്യം ഉണ്ടാകുന്നത്. ഈ രീതിയിലുള്ള കാപ്പട്യമുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഈ പണിയെടുക്കുന്നു എന്നത് വളരെ ഖേദകരമായ സംഭവമാണ്. ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അബുൽ ഖൈർ മൗലവി നമുക്കറിയാത്ത ലോകത്ത് ജീവിച്ചൊരു മനുഷ്യനാണ്. ആത്മീയമായി നടക്കുന്ന മനുഷ്യരെ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല.
അവർ അള്ളാഹുമായി അടുത്തവർ തന്നെയാണ്. നമ്മൾ അവർ കാണുന്നത് നമ്മളെ കൊടിയുടെ, നമ്മളെ ബോർഡിന്റെ, നമ്മളെ ഓഫീസിന്റെ, നമ്മളെ സംഘടനയുടെ പരിധിയിൽ അവരുണ്ടോ എന്നാണ്. അള്ളാഹുവിന്റെ മാനദണ്ഡം അതല്ല. നമ്മളുണ്ടാക്കിയ ഒരു കൊടിയുണ്ട്, നമ്മളുണ്ടാക്കിയ ഒരു ആപ്പീസുണ്ട്, നമ്മളുണ്ടാക്കിയ ഒരു ബോർഡുണ്ട്, നമ്മളുണ്ടാക്കിയ ഒരു സംഘടനയുണ്ട്. ഈ സംഘടനയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്ന നല്ല മനുഷ്യർ അള്ളാഹു സ്വീകരിച്ചവരുണ്ട് എന്ന ബോധം വിമർശിക്കുമ്പോഴും കളിയാക്കുമ്പോഴും നമ്മുടെ മനസ്സിലില്ലെങ്കിൽ നമ്മൾ പരലോകം പോയി പോകും. നമ്മുടെ പരലോകം നമ്മൾ ഓരോരുത്തർക്കും പ്രധാനമാണ്. കാര്യം ഈ കൊടി പിടിച്ച ആളുകളൊന്നും നമ്മളെ കൂടെ ഖബറിലേക്ക് വരില്ല. അവിടുന്ന് ഒറ്റയ്ക്ക് തുടങ്ങുന്ന ഒരു ജീവിതത്തിൽ ആരും ഉണ്ടാവില്ല, നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ നന്മകളെ ഉണ്ടാവുക. ഞാൻ ആലോചിക്കാറുണ്ട്, മമ്മൂക്കൈ സാഹിബ് നിങ്ങൾക്കറിയാം, മുസ്ലിം ലീഗിന്റെ വലിയ നേതാവാണ്. മുസ്ലിം ലീഗിന്റെ കിങ് മേക്കർ എന്നാണ് ഒരു കാലത്ത് പിന്നെ മമ്മൂക്കൈ സാഹിബിനെ വിളിച്ചിരുന്നത്. പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാൻ പറയാം, കിങ് മേക്കർ ആയിരുന്നു മമ്മൂക്കൈ സാഹിബ്. അദ്ദേഹം അധികാരത്തിന്റെ അകത്ത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ ബാപ്പക്കുരിക്കൾ മരിച്ചപ്പോഴ് തന്നെ മന്ത്രിയാക്കി കളയും എന്ന് തോന്നിയത് കൊണ്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് കമ്മിറ്റിയിൽ നിന്ന് എണീറ്റ് മുങ്ങി പിന്നെ കാണാതായപ്പോ ഒരു മനുഷ്യർ ഇന്ന് അധികാരം കിട്ടാൻ വേണ്ടി എന്തൊക്കെ പണികൾ ചെയ്യുന്നു. ആ കാലത്ത് അധികാരം കിട്ടിപ്പോകുമോ എന്ന് ഭയന്നിട്ട് ഓടി ഒളിച്ചൊരു മനുഷ്യനാണ്. കെ സാഹിബിന്റെ ഒരു കൊല്ലത്തിലൊരു നോമ്പ് തുറയുണ്ട്. ആ നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ല. ഇന്നിപ്പോ ഉമ്മറാജിനെ നോമ്പ് തുറക്കാൻ വിളിച്ചാൽ മുമ്പ് വരാൻ മടിയാ. കാരണം മൂപ്പരെ വീട്ടില് ഈ നോമ്പ് തുറക്ക് വിളിച്ച ആളെ പോരെയുള്ളതിനേക്കാളും വലിയ വിഭവമുണ്ട്. ഇതൊക്കെ ഒരു 10-25 കൊല്ലമായിട്ടുണ്ടായതാണ്. അതിന്റെ മുമ്പ് പട്ടിണിയായിരുന്നു. ഒന്ന് നോമ്പ് തുറക്ക് ആരെങ്കിലും വിളിച്ചു കിട്ടില്ല എന്ന് മനുഷ്യർ ആഗ്രഹിച്ചൊരു കാലം. ആ നോമ്പ് തുറയ്ക്കൊരു നോമ്പിനൊരു വാസന ഉണ്ടായിരുന്നു. അതിലെ നോമ്പിനൊരു വാസന ഉണ്ടായിരുന്നു. ചക്കര പോലെ മാത്രമല്ല, അല്ലാത്തൊരു വാസന ഉണ്ടായിരുന്നു. അത്രയും സമർത്ഥവും അത്രയും എന്താ പറയാ മാനസികമായി വല്ലാതെ നമ്മളെ അടുപ്പിക്കുന്ന ഒരു സംഗതിയായിരുന്നു നോമ്പ്. ആ കാലത്ത് നോമ്പ് തുറക്ക് കെ സാഹിബ് വിളിക്കും. ഈ ഭാഗത്തു നിന്ന് 3 ആളെ വിളിക്കാം. ഒന്ന്, എനിക്കൊരു കത്തുണ്ടാവും നോമ്പിന്. ഞാൻ ഇടയ്ക്ക് വന്നു നോക്കും കെ സാഹിബിന്റെ നോമ്പറുടെ കത്തുണ്ടോ. അത് നമ്മളെ AM-ന്റെ വീടിന്റെ അവിടെ വരിക. അബുൽ ഖൈറിനൊരു കത്തുണ്ടാവും, ET മുഹമ്മദ് ബഷീറിനൊരു കത്തുണ്ടാവും. ബഷീർ സാഹിബും ഞാനും പിന്നെ അബുൽ ഖൈർ മൗലവിയാണ്. ഈ പ്രദേശത്ത് നിന്ന് വേറെ ആരുണ്ടോ എന്ന് എനിക്കറിയില്ല, സാധ്യതയില്ല. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചല്ലേ വിളിക്കുക. കെ സാഹിബിന് ലിസ്റ്റ് ഉണ്ടാവും. ഒരു 200-250 ആള് നോമ്പ് തുറയാണ്. ആ ജീരകക്കഞ്ഞിയുടെ ഗന്ധം എന്നും മൂക്കുന്ന് പോകുന്നില്ല. അത്രയും സമൃദ്ധമായ, അത് മിഷനൊന്നും ഉപയോഗിച്ചല്ല ജീരകക്കഞ്ഞിന് മറ്റൊന്നും അരക്കല്, ഉരലിൽ അരക്കുന്ന കാലം. അപ്പൊ അത് വിശാലമായ ഒരു സ്ഥലത്ത് നിന്ന് നോമ്പ് തുറ കഴിഞ്ഞ് നിസ്കരിക്കും. നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് ഇതേപോലെ തന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. വീടിന്റെ അകത്താണ് ഓഡിറ്റോറിയം. അവിടുന്ന് മറ്റുള്ള പത്തിരിയും കാര്യവും ആടിന്റെ തലയൊക്കെ പൊഴിഞ്ഞ് നമ്മൾ കാണുന്ന അവിടുന്ന് ആ കാലത്ത്. ഇന്നിപ്പോ നിങ്ങൾ എല്ലാവരും പോലെയും വെള്ളിയാഴ്ച ഉണ്ടാവും ആടിന്റെ തല. ഭക്ഷണത്തിന് രുചി കൂടിയ കാലമായിരുന്നു. കാരണം ദാരിദ്ര്യം കൂടിയ കാലം. ഞങ്ങളൊക്കെ നോമ്പ് തുറന്നിട്ട് കെ സാഹിബ് ഒരു കവർ തരും. അന്ന് 5 രൂപ 6 രൂപയാണ് തലശ്ശേരി ഇങ്ങോട്ടുള്ള ബസ് ഫെയർ. അത് നമ്മൾ അദ്ദേഹത്തിന്റെ ചെലവിൽ വേണം ഇവിടുന്ന് പോകാനും നോമ്പ് തുറന്ന് തിരിച്ചു വരാനും. ഇതുപോലെ ബഷീർക്കാക്കും കൊടുക്കും ഒരു 10 രൂപയൊക്കെ കവറിലിട്ടിട്ടുണ്ട്. കെ സാഹിബിന്റെ ഉമ്മക്ക് ഒരു വയറ് പറഞ്ഞു കൊടുക്കണം. 45 മിനിറ്റ് ഒരു മറ ഇട്ടിട്ട് മറയുടെ അപ്പുറത്ത് കെ സാഹിബിന് ഉമ്മയിരിക്കും, ഇപ്പുറത്ത് അബുൽ ഖൈർ വലിയ ഇരുന്നിട്ട് വയറ് പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ജനിച്ച് ജീവിച്ചു പോയ ഒരു വലിയ മനുഷ്യന്റെ കഥയാണ്. നമ്മൾക്കിത് അറിയില്ല. നമ്മള് മുസ്ലിം ലീഗിന്റെയും കൂടി പേരിലാണ് നമ്മൾ അദ്ദേഹത്തെ ഇവിടെ ആദരിക്കുന്നത്. പക്ഷെ മുസ്ലിം ലീഗിന്റെ ഒരു പരിപാടിയിൽ ക്ലാസ് എടുക്കാൻ അബുൽ ഖൈർ മൗലവിനെ നമ്മൾ വിളിച്ചിട്ടില്ല. നമ്മളത് ആത്മവിമർശനാർത്ഥം ഞാൻ പറയുകയാണ്. മരിച്ചതിന് ശേഷം മുഹമ്മദ് അലി വളരെ താല്പര്യമെടുത്തെങ്കിൽ വലിയ സന്തോഷമായി. പള്ളികശാലനെ വിളിച്ചു. പള്ളികശാല വ്യക്തിപരമായ അദ്ദേഹവുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്.
പണ്ടികശാല പൊതുവെ അങ്ങനെ ഉള്ള ഒരു ചിന്താഗതി. ഞങ്ങൾ ലീഗ് ടൈംസിൽ ഒരുമിച്ച് പണിയെടുത്തതാണ്. അപ്പോൾ പിന്നെ എൻ്റെ കാക്കിയായിട്ട് വലിയ ബന്ധം മരിച്ചുപോയി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. എൻ്റെ പേര് അബൂബക്കർ, കുടിയത്തൂരുകാരനാണ്. ഈ പരിപാടി അറിഞ്ഞപ്പോൾ എന്നെ ആക്കിയത് അബുൽ ഖൈർ മൗലവിയാണ്. എൻ്റെ വീട്ടിൽ പലപ്പോഴും വരാറുണ്ടായിരുന്നു. ഞാൻ അരീക്കോട് സുല്ലം ഇസ്ലാം അറബി കോളേജിൽ പഠിക്കാൻ കാരണക്കാരനായത് അവരാണ്. അവര് അതിന് നിർദ്ദേശം നൽകാനുണ്ടായ ഒരു കാരണം, തീർച്ചയായും കുട്ടികളൊക്കെ പഠിച്ച് വളർന്ന് എല്ലാ അർത്ഥത്തിലും ഉയരങ്ങളിൽ എത്തണം എന്ന ആഗ്രഹം പലപ്പോഴും കൊടിയത്തൂരിൽ നിന്ന് അദ്ദേഹം സംസാരിക്കാറുണ്ടായി. അങ്ങനെ കൊടിയത്തൂരിലെ ഇന്നത്തെ 65 വയസ്സ് പ്രായമുള്ള അധിക ആൾക്കാർ ഇന്ന് അബുൽ ഖൈർ മൗലവി എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു ഉന്മേഷം വരുന്ന പ്രകൃതി ഇന്നും നിലനിൽക്കുന്നു. അവരുടെ പേര് തന്നെ അബുൽ ഖൈർ എന്നാണ്. അറബി ഭാഷയിൽ അബുൻ എന്ന വാക്കിന്റെ അർത്ഥം പിതാവ് എന്നാണ് പലരും പഠിച്ചു വെച്ചത്. പക്ഷേ അതിനേക്കാൾ വലിയ ഒരു അർത്ഥമാണ് മുമ്പിൽ നടന്ന ആള്, അല്ലെങ്കിൽ അതിന്റെ വക്താവ് എന്നാണ്, ഫാദർ ഓഫ് മെഡിസിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഖൈറിന്റെ ഒരു പിതാവ് തന്നെയായിരുന്നു. ശാന്തപുരം ഇസ്ലാമിയ കോളേജിലൊക്കെ അവർ പഠിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള പല സംഘടനകളുമായി ഒത്തുചേരാനുള്ള മനസ്സ് അതായിരിക്കും എന്നാണ്, ആ വളക്കൂറായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുടിയത്തൂരില് സുബഹിക്ക് പള്ളിയിൽ വളരെ കുറച്ചു പേരെ ഉണ്ടാവും. കുടിയത്തൂർ അബ്ദുൽ അസീസ് മൗലവി ആയിരുന്നു അവിടെ ഇമാമത്തും ഖതീബും ഒക്കെ ആയിരുന്നു കുറെ കാലം ഉണ്ടായിരുന്നു. പ്രായം ചെന്ന ആളുകളായിരുന്നു അധികവും. പക്ഷേ അദ്ദേഹത്തിന്റെ ശക്തമായ 1968, 69, 70 കാലഘട്ടങ്ങളിലാണ് കുടിയത്തൂരിൽ അവർ കാര്യമായി ഉണ്ടായിരുന്നത്. അപ്പോ ഇത് പറ്റില്ല. യുവാക്കളും കുട്ടികളും ഒക്കെ പള്ളി വരണം. അൽഹംദുലില്ലാ, ഇന്ന് കൊടിയത്തൂർ ജുമാഅത്ത് പള്ളിയിൽ ഇന്ന് നിങ്ങൾക്ക് പോയി നോക്കിയാൽ ഇന്നും കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി ഒരു 80-ലധികം ആളുകളെ സിംഹഭാഗവും യുവാക്കളായി. ഇത് അദ്ദേഹത്തിന്റെ പ്രവർത്തനമായി ഞങ്ങൾ കാണുകയാണ്. മാത്രമല്ല, കൊടിയത്തൂര് ഇന്ന് സുന്നിയുടെ പള്ളിയാണ്. ഇന്ന് TP ചെറുപ്പയും അതേപോലെ തന്നെ പണ്ടികശാലയൊക്കെ പറയുന്നത് ഇന്ന് ഒരു വിഭാഗത്തിന്റെ പള്ളിയല്ല. അത് അബുൽ ഖൈർ അബ്ദുൽ അസീസ് മൗലവി ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമായി. അവിടെ എല്ലാവരും. അതുകൊണ്ട് കൊടിയത്തൂർ ജുമാഅത്ത് പള്ളി ആരുടേതാണ് എന്ന ചോദ്യത്തിന് ആർക്കും മറുപടിയില്ല. അത് മുസ്ലിം പള്ളിയാണ്. അഥവാ ആ യൂണിറ്റി ഉള്ളതുകൊണ്ട് കൊടിയത്തൂരിന്റെ മനസ്സിൽ ഒരുപാട് സംഭാവനകൾ അബുൽ ഖൈർ മൗലവിക്ക് ചെയ്യാൻ സാധിക്കും. ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നത് കൊടിയത്തൂരുകാർക്ക് അഹമ്മദികൾ എന്ന ഖാദിയാനി വിഭാഗമായി. ഇവരുടെ ശക്തമായ ഇടപെടൽ നാട്ടിൽ പ്രമാണിമാർ പോലും അതിന്റെ പിന്നിലായിരുന്നു. അതുകൊണ്ട് അതിന് ചുക്കാൻ പിടിച്ചതും പ്രമാണിമാരായി. അതുകൊണ്ട് തന്നെ സാധുക്കളായ മുസ്ലിം സഹോദരന്മാർക്ക് വല്ലാതെ അതിനെ എതിർക്കാൻ സാധിച്ചിരുന്നു. ഞാൻ അവരുടെ പേരുകളൊന്നും പരാമർശിക്കുന്നു. അങ്ങനെ രൂപപ്പെടുന്ന സമയത്ത് സംസാരങ്ങൾ നടന്നു. പക്ക പറഞ്ഞാൽ ജമാഅത്തിന്റെ വക നടന്നു, സുന്നിയുടെ വക നടന്നു. പക്ഷെ എപ്പോഴൊക്കെ ഇവർ വടിയെടുക്കുന്നത് സുന്നി മുജാഹിദിനെ പറഞ്ഞ ആയുധങ്ങളായിരുന്നു. മുജാഹിദ് സുന്നിയെ പറഞ്ഞ ആയുധങ്ങളായിരുന്നു. ഖാദിയാനികൾ മറുപടി പറഞ്ഞു. അങ്ങനെ അബുൽ ഖൈർ മൗലവിയുടെ ശക്തമായ ആലോചന പ്രകാരം, ഇടപെടൽ പ്രകാരം ഉണ്ടായ ഒരു വലിയ സംഘടനയാണ് അഞ്ചുമൻ ഇശായത്തെ ഇസ്ലാം. കുടിയത്തൂർ കാക്കിരി അബ്ദുള്ള സാഹിബ് ആയിരുന്നു ആദ്യകാലത്തൊക്കെ അദ്ദേഹത്തിന് പ്രസിഡന്റായി. പ്രസംഗമോ ഒക്കെ നിങ്ങൾ കേട്ടിരിക്കും. മുസ്ലിം ലീഗിന്റെ ഒക്കെ സജീവ പ്രവർത്തകനാണ്
അദ്ദേഹം സംസാരം പഠിച്ചത് തന്നെ മുസ്ലിം ലീഗിന്റെ ഇത്തരം പരിപാടികളിൽ നിന്നും പിന്നെ കാര്യമായും കാതലായും കാദ്യാനിസത്തിനെതിരുമായി അങ്ങനെ അതിന് രൂപം നൽകുകയും അത് രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്ത അബുൽ ഖൈർ ലി ജമാ അഞ്ജുമൻ നിശായ എന്ന് അറബി പറഞ്ഞതുപോലെ അതിന്റെയും വക്താവാണ്. അതുകൊണ്ട് അബുൽ ഖൈർ മൗലവി കൊടിയത്തൂരുകാർക്ക് ഒരു അബുൽ ഖൈർ മൗലവി തന്നെയാണ്. ഇത് കൊടിയത്തൂർ ജുമാഅത്ത് പള്ളിയിൽ മാത്രമല്ല, കൊടിയത്തൂരിന്റെ പരിസരത്തെ ജുമാഅത്ത് പള്ളികളിലും ഇന്ന് സുബഹി നമസ്കാരത്തിന് ജമാഅത്തിന് വളരെ കൂടുതൽ ആളുകളാണ് കാണുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ കൂടുതൽ അടുക്കുന്നത് അവരുമായിട്ട് കൂടുതൽ അടുക്കുന്നത് ഒരു 5 വർഷം മുമ്പാണ് കൂടുതൽ അടുക്കുന്നത്. ഞാനും ഇശാഅത്തെ ഇസ്ലാം സംഘടനയിലുണ്ട്. മുബാഹലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അഞ്ജുമൻ ഇശാഅത്തെ ഇസ്ലാമും അതുപോലെ തന്നെ ഖാദിയാനിസവും ഒക്കെ എതിരെ നടന്ന ലോകത്താകെ നടന്ന ഒരു മുബാഹല കൊടിയത്തൂർ നടന്നു. അത് 80-82 ആ കാലഘട്ടത്തിലാണ് അത് നടന്നതെന്ന് എൻ്റെ ഓർമ്മ. കറക്റ്റ് ഓർമ്മയില്ല, 85-ലാണോ തോന്നുന്നു, കൃത്യമായ ഓർമ്മ അറിയില്ല. ഏതായിരുന്നാലും അതിലൊക്കെ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ ഞാൻ കൂടുതൽ അടുത്ത് ഇടപഴകുന്നത് ഒരു ചെറിയ കുടുംബ ബന്ധമുണ്ട്. എന്റെ അനുജന്റെ മകളെ കല്യാണം കഴിച്ചത് ഇവരെ ബന്ധത്തിലേക്കാണ്. അഥവാ ചേന്നമംഗലൂരിലെ സെൽമത്ത് ടീച്ചറുടെ മകനാണ് കല്യാണം കഴിച്ചത്. അപ്പൊ കൂടുതൽ അടുക്കാനും കൂടുതൽ പല കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ അവസരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാതെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് കാരണം എനിക്കൊരു കവിത ചൊല്ലാൻ നിങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ ആദ്യമായി ചൊല്ലുന്ന കവിത അബുൽ ഖൈർ മൗലവി ഏകദേശം ഒരു 70-73 കാലഘട്ടത്തിൽ ഒരിക്കൽ കൊടിയത്തൂർ ജുമാഅത്ത് പള്ളിയിൽ നടത്തിയ ഒരു വയലിൽ നടത്തിയ ഒരു കവിതയാണ്. അത് ഇന്നും 1 പ്രാവശ്യമോ 2 പ്രാവശ്യമാണ് അദ്ദേഹം അത് ചൊല്ലിയത്. പക്ഷേ അതിന്റെ അർത്ഥം അതിഗംഭീരമാണ്. അദാനുൽ മർഇ ഹീന തിഫ്ലു യതി വതഅഖീറു സ്വലാത്തി ഇൽ മമാതി. ഈ പെറ്റ ഉടനെ തന്നെ കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കും. അല്ല, ഇദ്ദേഹത്തിന് ചില നാടൻ പ്രയോഗങ്ങൾ. അല്ല പൊട്ട, എന്തിനാണ് ഇവിടെ നമസ്കാരമില്ലാതെ ബാങ്ക് കൊടുത്തത്? അതിവിടെ ഒരു മയ്യത്ത് കിട്ടിയിട്ടുണ്ട്. എപ്പം മയ്യത്ത് വന്നോ മയ്യത്ത് നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നേരത്തെ ബാങ്ക് കൊടുത്തു വെച്ചതാണ്. അതാണ് ഈ കവിതയിൽ പറയുന്നത്. അദാനുൽ മർഇ ഹീന തിഫ്ലു യതി, ഒരു കുട്ടി വരുന്ന സമയത്തുള്ള ബാങ്ക്. വതഅഖീറു സ്വലാത്ത്, നമസ്കാരം മാറ്റി വെച്ചതാണ്. അഥവാ ബാങ്ക് കൊടുത്തത് ഒരു മാറ്റി വെച്ചാണ്. ഇലൽ മമാതി, മരിക്കുന്ന സമയത്ത്. അപ്പൊ അത് നീ തിരിച്ചറിയാനുള്ളതാണ് എന്ന ബോധ്യം. അപ്പോ ഒക്കെ ഹൃദ്യമായ ഒരു ആത്മീയത അദ്ദേഹത്തിന്റെ സംസാരങ്ങളിലൊക്കെ ലഭ്യമായതുകൊണ്ട് അദ്ദേഹത്തെ മറക്കാൻ കഴിയുന്നു. ആ ആത്മീയ ചൈതന്യം പലപ്പോഴും പല രംഗങ്ങളിലും കോരിത്തന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് അബുൽ ഖൈർ മൗലവി. അതുകൊണ്ട് ഞാൻ കൂടുതൽ വല്ലാതെ ഒന്നും സംസാരിക്കുന്നില്ല. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ വല്ലാതെ മാനസികമായ പ്രയാസം അനുഭവിക്കുന്നവരാണ് കൊടിയത്തൂരുകാരും അഞ്ജുമൻ നിശായത്തും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും ഞങ്ങളും ഇന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഞങ്ങളും അഞ്ജുമൻ നിശായത്ത് ഇസ്ലാമും ഇതുപോലെയുള്ള ഒരു ചെറിയ പരിപാടി സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പല മുസ്ലിം സംഘടനകളുടെയും ഒരു കൂട്ടായ്മയും കൂടിയാണ് അഞ്ജുമൻ നിശായത്ത് ഇസ്ലാം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാനായ വ്യക്തി, ഈ മഹൽ വ്യക്തിക്ക് സമൂഹത്തിൽ നടത്തിയിട്ടുള്ള മത പരിസരത്ത് നടത്തിയുള്ള സേവനത്തിന് തക്കതായ പ്രതിഫലം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് ജന്നാത്തുൽ ഫിർദൗസ് തന്നെ നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ. മൗലവിയുടെ വഅദിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ ഈ മദർസയും ഈ പള്ളിയും ഒക്കെ ഇന്ന്
ഇന്ന് എത്രയോ പ്രൗഢിയോടുകൂടി ഇവിടെ ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേ അതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പഴയ കാലത്ത്. നമ്മൾ വലിയ പ്രയാസപ്പെട്ട് അനുഭവിച്ചിരിക്കുന്ന ഈ മഹല്ല് തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഈ സ്ഥാപനം തുടങ്ങി വെക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പ്രൗഢഗംഭീരമായ വാതിൽ സമാഹരിച്ചെടുത്ത തൊട്ടുകളാണ് ഈ സത്യത്തിൽ ഈ മദ്രസയുടെയും അതേപോലെ തന്നെ പള്ളിയുടെയും അസ്ഥിവാരമിടാൻ ഉപയോഗപ്പെടുത്തിയത് എന്ന കാര്യം പുതിയ തലമുറക്ക് വേണ്ടി പറയുകയാണ്. പലർക്കും അത് അറിയില്ലായിരിക്കാം. അത്രത്തോളം ഈ മഹല്ലിന് വേണ്ടി സേവനം ചെയ്ത ഒരു വ്യക്തിയാണ് എന്നുകൂടി അറിയിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അടുത്തതായി 2 വാക്കിൽ ഇതും കൂടി സംസാരിക്കാൻ വേണ്ടി ഉമർ മാസ്റ്റർ സംസാരിക്കുന്നതല്ല, കൂടുതലായിട്ട് പ്രിയപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ അടുത്ത സുഹൃത്തും നമ്മുടെ പുതുക്കുടി അബൂബക്കർ മാഷ്, പ്രിയമുള്ള സഹോദരങ്ങൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബുൽ ഖൈർ മൗലവിയെ കുറിച്ച് വളരെ വിശദമായി കൊണ്ട് നമ്മുടെ മുൻ പ്രാസംഗികരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം, പാണ്ഡിത്യത്തിന്റെ ഒരു നിറകുടം തന്നെയായിരുന്നു അദ്ദേഹം. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങളിലെ ശക്തരായ പണ്ഡിതന്മാർക്ക് തുലനം വെക്കാൻ പറ്റുന്ന വലിയൊരു പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. അറബി, ഉറുദു ഭാഷകളിൽ അഗാധമായ പാണ്ഡിത്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ ലോക പ്രശസ്ത പണ്ഡിതനായ അബുൽ ഹസൻ അലി നദ്വി പോലെയുള്ള പ്രഗത്ഭരായ ആളുകളൊക്കെ കോഴിക്കോടും കേരളത്തിലും എത്തുമ്പോൾ അവരുടെയൊക്കെ പ്രഭാഷണം, ഉറുദുവിലുള്ള പ്രഭാഷണം അതിമനോഹരമായി പരിഭാഷപ്പെടുത്തിയിരുന്നത് അബുൽ ഖൈർ മൗലവിയെ. അദ്ദേഹത്തിന്റെ പ്രഭാഷണം വളരെ സാരസമ്പൂർണവും വളരെ ഹൃദ്യവും കേൾക്കാൻ ഏറെ ആസ്വാദകരവുമായിരുന്നു. മുമ്പ് കാലത്തൊക്കെ അദ്ദേഹം പറഞ്ഞു കേട്ടതാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം അവസാനിക്കുമ്പോൾ സദസ്സിൽ കരയാത്ത ആളുകൾ ഉണ്ടാവുകയില്ല. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാമിന്റെ ഒക്കെ ചരിത്രം അദ്ദേഹം വിവരിക്കുമ്പോൾ നമ്മൾ ആ ലോകത്തേക്ക്, കേൾവിക്കാർ ആ ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന്റെ പ്രസംഗം മൂലം ഉണ്ടാവാറുണ്ട്. വളരെ ശുദ്ധമായ ഭാഷയിൽ, മലയാളമാകട്ടെ, അറബിയാകട്ടെ, ഉറുദു ആകട്ടെ, വളരെ ശുദ്ധമായ നല്ല പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏവരെയും പിടിച്ചിരുത്താൻ പറ്റുന്ന വളരെ വലിയ നല്ല പ്രഭാഷകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചാൽ അറിയാം, നമുക്ക് ഒരു വലിയ കിതാബുകളുടെ ശേഖരം തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ളത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ അത്ര വലിയ ഒരു ഗ്രന്ഥശേഖരം ഉണ്ടോ എന്നുള്ള സംശയം. എന്റെ ഒരു കുടുംബ ബന്ധുവാണെങ്കിൽ കൂടി എന്റെ ഒരു ഉസ്താദ് കൂടിയായിരുന്നു അദ്ദേഹം. ഞാൻ മാവൂർ ഗവൺമെന്റ് UP സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹമായിരുന്നു അവിടുത്തെ അറബി അധ്യാപകൻ. പിന്നീട് അദ്ദേഹം അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി മണക്കാട് ഗവൺമെന്റ് സ്കൂളിലേക്ക് വന്നു. മണക്കാട് ഗവൺമെന്റ് സ്കൂളിൽ വെച്ചാണ് അദ്ദേഹം റിട്ടയർമെന്റ് ആവുന്നത്. ഞാൻ 5 മുതൽ 7 വരെ പഠനം മാവൂർ UP സ്കൂളിൽ നടത്തി. 8ാം ക്ലാസ്, 8, 9, 10 ക്ലാസ്സുകളിലെ പഠനം തലശ്ശേരി ദാറുസലാം ബോർഡിംഗിലായി. ആ സമയത്ത് നേരത്തെ ഇവിടെ ദേശം സൂചിപ്പിച്ചതുപോലെ തലശ്ശേരിയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പള്ളിയാണ് ഓടത്തിൽ പള്ളി. പലരും കേട്ടിട്ടുണ്ടോ? ഉത്തര മലബാറിലെ മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാന നായകൻ CKP ചെറിയ മമ്മൂക്കൈ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പള്ളി. ആ പള്ളിയിൽ റംസാനിലെ അവസാനത്തെ 10 ദിവസം അബുൽ ഖൈർ മൗലവിന്റെ പ്രഭാഷണം ഉണ്ടാവും. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ചെറിയ കാലഘട്ടമാണ്, നാടുമായി വിട്ടു നിൽക്കുന്ന സമയം. ഇന്ന് പോലെയുള്ള ഫോൺ സൗകര്യങ്ങളോ മൊബൈൽ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ വീട്ടുകാരെയോ കുടുംബക്കാരെയോ നാട്ടുകാരെയോ കാണാൻ പറ്റാത്ത വലിയ ഒരു പ്രയാസം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ 10 ദിവസവും അസറിന് ശേഷമുള്ള അബുൽ ഖൈർ മൗലവിയുടെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ഞാൻ പഠിക്കുന്ന ബോർഡിംഗിൽ നിന്ന് തലശ്ശേരി ഓടത്തിൽ പള്ളിയിൽ പോകുമായിരുന്നു. വലിയ സദസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാനുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ
കേരളത്തിനകത്തും പുറത്തുമുള്ള ഒട്ടേറെ സ്ഥലങ്ങളിൽ മതപ്രഭാഷണം നടത്താൻ അദ്ദേഹം പോവാറുണ്ടായിരുന്നു. അദ്ദേഹം നാട്ടിൽ കിട്ടാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഓടത്തിൽ പള്ളിയിൽ കെ ഇ സാഹിബിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കെ ഇ സാഹിബാണ് അദ്ദേഹത്തിനെ വയത് പ്രഭാഷണം പറയാൻ വേണ്ടി അവിടേക്ക് ക്ഷണിക്കാറുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഈ ഒരു വസ്തുതയൊന്നും അബ്ദുൽ ഖൈർ മൗലവി ആരായിരുന്നു, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന്റെ വലിപ്പം എത്രയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മുടെ നാട്ടുകാർക്ക്, പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊക്കെ കുറച്ചൊക്കെ അറിയാമെന്നല്ലാതെ പുതിയ തലമുറയിൽപ്പെട്ടവർക്കോ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കോ ഒന്നും തന്നെ അറിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ വ്യത്യസ്ത മതിൽക്കെട്ടുകൾ തീർത്തുകൊണ്ട് ആ മതിൽക്കെട്ടുകളിൽ അകത്തുള്ള ആളുകളെ പരിഗണിച്ചു, അതിന് പുറത്തുള്ള ആളുകളെ പരിഗണിക്കാതെ അവരെ ഒട്ടും തന്നെ വിലവെക്കാത്ത ഒരു സാഹചര്യം നമ്മുടെ പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അത് പടച്ചവന്റെ അടുക്കൽ ആരാണ് വലിയവൻ, ആരാണ് സ്വീകാര്യൻ എന്ന് നമുക്ക് ആർക്കും അറിയുകയില്ല. അതൊക്കെ അവരുടെ അമലും അവരുടെ വിശ്വാസവും അവരുടെ പ്രവൃത്തിയും ആയിട്ട് കൊണ്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആരെയും ചെറുതാക്കി കാണാതെ, നമ്മൾ ആരുടെയും മതിൽ കെട്ടി വേർതിരിക്കാതെ അവർ വഴിവേച്ചവരാണ് അല്ലെങ്കിൽ അവർ ഇസ്ലാമിന് വിരുദ്ധമാണ് എന്നൊന്നും നമ്മൾ കാണാതെ നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം. ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അബൂൽ ഖൈർ മൗലവിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. ഇസ്ലാമിലെ എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒറ്റക്കെട്ടായി കണ്ടുകൊണ്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. അത് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്നതാണ് എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വൈകിയ സമയത്ത് എന്റെ വാക്കുകൾ നിർത്തുകയാണ്. അബ്ദുൽ ഖൈർ മൗലവിക്ക് അദ്ദേഹത്തിന്റെ പരലോക ജീവിതം അല്ലാഹു കബറടമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ചെറുപ്പശാഖ സിക്കാപുര അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉമർ പാണ്ഡികശാല, പ്രഭാഷണ ടി ബി ചെറുപ്പ, ബാക്കിയുള്ള എല്ലാവരും ഒറ്റവാക്കി നന്ദി പറഞ്ഞു. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.